വട്ടം കെട്ടിയുള്ള ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? പൊന്മുടിയിൽ ജനസാഗരമായതുകൊണ്ട് കൊടൈക്കനാൽ വിടാമെന്ന് വെച്ചു. പെട്ടെന്നുള്ള തീരുമാനത്തിൽ വളരെ അപ്രതീക്ഷിതമായൊരു യാത്രയായിരുന്നു. അൺപ്ലാൻ ട്രിപ്സ് ആണ് കൂടുതലും ഞങ്ങൾക്ക് അടിപൊളിയായി പോകാറ്. വളരെ പ്ലാനിങ്ങോടെ എല്ലാം അന്വേഷിച്ചു പോകുമ്പോൾ എന്തെങ്കിലും മുടക്കങ്ങൾ വരാറുമുണ്ട്. യാത്ര ഉഷാറാവണമെങ്കിൽ എന്തെങ്കിലും ഉള്ളിലോട്ട് ചെല്ലണം. ലൈറ്റായിട്ടൊരു ഓംലേറ്റ് കഴിച്ച് കൊടൈക്കനാൽ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. ആവി പറക്കുന്ന മുട്ടയിൽ ചിതറിക്കിടക്കുന്ന കുറച്ചുള്ളിയും ഇത്തിരി ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അസാധ്യ ടേസ്റ്റായിരുന്നു. ആ കൈപുണ്യത്തിൻ്റെ കൂടെ സ്നേഹം കൂടി രുചിക്കൂട്ടായിട്ട് ഉള്ളത് കൊണ്ടാവണം ഇത്ര ടേസ്റ്റ്. അങ്ങനെ തേനി റൂട്ട് പിടിച്ച് കൊടൈക്കനാലിൻ്റെ മനോഹാരിത തപ്പി പോവുകയാണ്. ഇനി കുറച്ച് ഹിസ്റ്ററി ക്ലാസ് ആവാം. കൊടൈക്കനാലിൻ്റെ ചരിത്രമൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? പാലിയൻ ട്രൈബിൻ്റെ വാസസ്ഥലമായിരുന്നു ഇത്. പിന്നെ ബ്രിട്ടീഷുകാരും അമേരിക്കൻ മിഷണറിമാരും ഈ ഒരു സ്ഥലം വിശ്രമ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു അത്രേ. ഒരു മലയോര പട്ടണത്തിൻ്റെ വളർച്ചയുടെ കഥയാണ് കൊടൈക്കനാൽ. അതാണ് നിങ്ങൾ ഇന്ന് കാണുന്ന വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത്. ഇതാണ് ഹൈ റേഞ്ച് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന വാട്ടർഫോൾ കേട്ടോ. സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് വരുന്ന എക്സസ് വാട്ടർ ഒരു അരുവിയിലൂടെ ഒഴുകി പാറക്കെട്ടിലൂടെ താഴേക്ക് പതിച്ചാണ് ഇത് രൂപപ്പെട്ടത്. പാറകളിലൂടെ ഒഴുകുമ്പോൾ വെള്ളി പോലെ തിളങ്ങുന്നത് കൊണ്ടാണ് ഇതിന് സിൽവർ കാസ്കേഡ് എന്ന പേര് ലഭിച്ചതത്രേ. ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം കൊടൈക്കനാൽ ലേക്കായിരുന്നു. ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. ലേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. കൊടൈക്കനാൽ സിറ്റിയുടെ സെൻറ്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈ റേഞ്ച് കയറിയ തൊട്ട് നല്ല തണുപ്പും കോടയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ എത്തിയിട്ട് അല്പം പോസിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേന്ന് കരുതി സ്വെറ്ററൊക്കെ മാറ്റിയിട്ടുള്ള നടത്തമാണിത്. രാത്രി 9:30 തിരിച്ച് രാവിലെ 6-6:15 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഒരു സാഹസിക യാത്ര തന്നെ ആയിരുന്നു എന്ന് പറയാം. വെളുപ്പിനെ ആയതുകൊണ്ടാണ് ഈ റോഡ് വിജനമായിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ബസ്ലിംഗ് സിറ്റി. പിന്നെ അത്യാവശ്യം നല്ലൊരു റൂം എടുത്തു. ബാക്കി അപ്ഡേറ്റ് അടുത്ത വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.